ഹാഷ്മി ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വോട്ട് ചെയ്യാൻ വന്നു എന്ന് പറയുന്നു. ബിപിൻ സി വിജയൻ ചേരുന്നു. ബിപിൻ സി വിജയൻ, പറയൂ വിശേഷങ്ങൾ ആര്യാടൻ ഷൗക്കത്തിന്റെ. SKN ആര്യാടൻ ഷൗക്കത്ത് കുടുംബസമേതമാണ് ഇപ്പോൾ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നത്. വീട്ടിക്കുത്ത് സ്കൂളിലെ 184 ബൂത്തിലേക്കാണ് ഇപ്പോൾ വോട്ട് ചെയ്യാനായി അദ്ദേഹം കുടുംബമായി എത്തിയിരിക്കുന്നത്. 3 മക്കളും ഒപ്പം തന്നെ ഭാര്യയും അമ്മയും, അതായത് ആര്യാടൻ മുഹമ്മദിന്റെ ഭാര്യ മറിയുമ്മ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നത്. അല്പസമയം മുൻപാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് നമ്മോട് പറഞ്ഞിരുന്നു. അതായത് ആര്യാടൻ മുഹമ്മദ് ഉണ്ടായിരുന്ന കാലത്ത് തന്നെയുള്ള ഒരു പഴക്കമാണ് കുടുംബസമേതം എത്തിയാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്രാവശ്യവും ആ പതിവ് തെറ്റിക്കാതെയാണ് ഇപ്പോൾ കുടുംബമായി എത്തി വോട്ട് രേഖപ്പെടുത്തുന്നത്. മറ്റു 2 ബൂത്തുകളിലേക്ക് സന്ദർശിച്ച ശേഷമാണ് സ്വന്തം വോട്ട് അദ്ദേഹം രേഖപ്പെടുത്തി എത്തുന്നത് എന്നുള്ളതും എടുത്തു പറയണം. വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഏകദേശം 1 മാസത്തോളം നീണ്ട 25 ദിവസത്തോളം നീണ്ട ഒരു വലിയ പ്രചാരണം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആര്യാടൻ മുഹമ്മദിന്റെ വീടിനെ എടുത്തു പറയേണ്ടതാണ്. കാരണം എല്ലാ നേതാക്കളും, ഇനി വരാനില്ലാത്ത ഒരു നേതാവും ഉണ്ടായിരുന്നില്ല, അത്രത്തോളം നേതാക്കന്മാർ നിലമ്പൂരിൽ തമ്പടിച്ചിരുന്നു. ഇവരൊക്കെ തന്നെ ആ വീട്ടിലേക്ക് എത്തുകയും സംസാരിക്കുകയും ചെയ്തതാണ്. കഴിഞ്ഞ പെരുന്നാളിന്റെ ദിവസവും നമ്മൾ ഈ കുടുംബസമയം തന്നെ 24നോട് ഇവർ അവരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അന്ന് മക്കളൊക്കെ പറഞ്ഞത് ഉപ്പ വലിയ ഒരു ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കും, യുവത്വമൊക്കെ രാഷ്ട്രീയമായി തന്നെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് എന്നുള്ളതൊക്കെ നമ്മളോട് അന്ന് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നതിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യം ഉമ്മയുടെ വോട്ടാണ് രേഖപ്പെടുത്തുക. അതിനുശേഷം ഇപ്പോൾ മക്കളും ഭാര്യയും ഉൾപ്പെടെയുള്ളവർ ക്യൂവിൽ നിൽക്കുകയാണ്. അവർ അതിനുശേഷമായിരിക്കും അദ്ദേഹം അവരുടെയൊക്കെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുക. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒപ്പം UDF-നെ സംബന്ധിച്ച് UDF-ന് ഇത് ഒരു മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ളൊരു വലിയ നിയോഗം തന്നെയാണ്. ആ വലിയ നിയോഗം UDF ഏൽപ്പിച്ചത് അത് ആര്യാടൻ മുഹമ്മദിന്റെ മകനെ തന്നെയാണ്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ അതുമായി ബന്ധപ്പെട്ടപ്പോൾ നേരത്തെ സംസാരിച്ചപ്പോൾ അതൊരു ചരിത്ര ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കും, അതിലൊരു സംശയവുമില്ല. ആ ഒരു ആവേശമാണ് ൊക്കെ കണ്ടിട്ടുള്ള ഒരു ആവേശം ഇതിന്റെ ഒരു അടയാളമായി തന്നെ കാണേണ്ടി വരും. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇപ്രാവശ്യം ഈ മണ്ഡലം തിരിച്ചുപിടിക്കും, അത് LDF-ന്റെ കയ്യിൽ നിന്ന് തിരിച്ചുപിടിക്കുമെന്നുള്ള ഒരു വീറും വാശിയും നിറഞ്ഞിട്ടുള്ള ഒരു പ്രചാരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അതിന്റെ ഒരു പ്രതിഫലനം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ശതമാനത്തിലും ഉണ്ടാകുമെന്നുള്ള ഒരു പ്രത്യാശ കൂടി അദ്ദേഹം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 76% മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം പോയി എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ്, അതായത് 8 മാസമേ ആയിട്ടുള്ളൂ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്, ഈ ഉപതെരഞ്ഞെടുപ്പിൽ അത് 64% കുറഞ്ഞിരുന്നു. വയനാട് മണ്ഡലത്തിന്റെ ഭാഗമാണ് നിലമ്പൂർ, അതുകൊണ്ട് തന്നെ അത് 64% കുറഞ്ഞിരുന്നു. അങ്ങനെ വോട്ടിംഗ് ശതമാനം വല്ലാതെ കുറയുമോ എന്നൊരു ആശങ്കയുണ്ട്. കാരണം മഴ അതുപോലെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ അതിരാവിലെ തന്നെ ആളുകൾ അത്യാവശ്യം നല്ല ക്യൂ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. ഒരു ജനാധിപത്യത്തിന്റെ ഉത്സവം, അതിൻ്റെ ഒരു മനോഹര കാഴ്ച രാവിലെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പതിയെ ആ ഒരു ക്യൂ കുറയുന്നു എന്നുള്ളത് കൂടിയാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ വോട്ടിംഗ് ശതമാനം കുറയുകയാണെങ്കിൽ അത് ഈ മുന്നണികളെ സംബന്ധിച്ചൊരു ആശങ്കയ്ക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ അതിരാവിലെ തന്നെ എത്തിച്ച് വോട്ട് ചെയ്യിപ്പിക്കുന്നതിനുള്ള എല്ലാ നീക്കങ്ങളും ഇതിനോടകം തന്നെ മുന്നണികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് കൂടി വോട്ട് ചെയ്താൽ, BJP സ്ഥാനാർത്ഥി കൂടി എത്തിയാൽ എല്ലാ സ്ഥാനാർത്ഥികളും വോട്ട് ചെയ്തു എന്ന് നമുക്ക് പറയാം. ഇത് അദ്ദേഹം വോട്ട് ചെയ്ത് ഇറങ്ങുകയാണ്. SKN ാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആര്യാടൻ ഷൗക്കത്തിന്റെ കൂടെയുള്ളൂ. കുടുംബമായിട്ട് അദ്ദേഹം വന്നു. ആര്യാടൻ മുഹമ്മദിന്റെ ചരിത്രം അദ്ദേഹം ആവർത്തിച്ചു. വോട്ട് എടുപ്പിന് അദ്ദേഹം വന്നിരിക്കുന്നത് കുടുംബവുമായിട്ട് തന്നെയാണ്. ആര്യാടൻ ഷൗക്കത്ത് അടക്കമുള്ള UDF ക്യാമ്പൊക്കെ വലിയ വിജയപ്രതീക്ഷയിലാണ് സ്കൻ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ വലിയ ഭരണവിരുദ്ധ വികാരമൊക്കെ അവിടെ ഉണ്ടെന്നും അത് വോട്ടായി മാറുമെന്നും ഒക്കെയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ പോയപ്പോൾ അവിടെ സംസാരിച്ചപ്പോൾ UDF നേതാക്കൾ പറഞ്ഞത്. ഉമ്മ എന്തോ സംസാരിക്കുന്നുണ്ട്. സന്തോഷമുണ്ട്. ആര്യാടൻ ലെഗസി തിരിച്ചുപിടിക്കോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ നിലമ്പൂരിൽ ഉയരുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് അടക്കി വാണ്ടുന്ന മണ്ഡലമാണ്. അതിനുശേഷം PVN 2 തവണ LDF ആ മണ്ഡലം നിലനിർത്തി. അതിനുശേഷം ബാക്ക് ടു ആര്യാടൻ ഫാമിലിയിലേക്ക് ജനവിധി അനുകൂലമാകുമോ എന്നതിൻ്റെ ചോദ്യമാണത്. ഇപ്പോൾ നേരത്തെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഉമ്മ ആര്യാടൻ മുഹമ്മദിൻ്റെ ഭാര്യ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കണ്ടതാണ്. ഇത് അവർക്ക് പുതുമയല്ല, തെരഞ്ഞെടുപ്പുകൾക്ക് വരുന്നതും വോട്ട് ചെയ്യുന്നതും ഒന്നും അവർക്ക് പുതുമയല്ല. എന്തായാലും ഇക്കുറി ഒരു തവണ ആര്യാടൻ ഷൗക്കത്ത് അവിടെ നിന്നതാണ്. അവിടെ പരാജയം അനുഭവിച്ചു. അതിനുശേഷം ഇതിപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു.
ഇക്കുറി UDF വലിയ ഭൂരിപക്ഷത്തിൽ കേവല ജയമല്ല വലിയ ഭൂരിപക്ഷത്തിൽ ജയം എന്നുള്ളതാണ് UDF ക്യാമ്പ് പറയുന്നത്. അതേസമയം തന്നെ LDF ക്യാമ്പ് പറയുന്നത് അങ്ങനെയല്ല, ഇക്കുറി നിലനിർത്തും, മൂന്നാം തവണ അവിടെ LDF, അൻവർ ഇല്ലെങ്കിലും അവിടെ LDF തന്നെ ഭരിക്കും എന്ന് എം സ്വരാജ് പറഞ്ഞു. ഒരു കാര്യം ഉറപ്പാണ്, അവിടെ നടക്കുന്നത് UDF LDF നേർക്കുനേർ പോരാട്ടമാണ്. നമ്മൾ ആദ്യഘട്ടത്തിൽ ചതുഷ്കോണ മത്സരം എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് ഏറ്റവും ഒടുവിൽ നമ്മൾ ആ കുട്ടിക്കലാശത്തിൻ്റെ അവസാന കാഴ്ച കാണുമ്പോൾ അത് നേർക്കുനേർ ഡയറക്റ്റ് ഫൈറ്റിലേക്ക് LDF UDF ഡയറക്റ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. എന്ന് പറയുമ്പോൾ പോലും PV അൻവർ മാത്രമല്ല PV അൻവർ എനിക്ക് തോന്നുന്നു വളരെ സുരക്ഷയെ കരുതിയാന്ന് അറിയില്ല, അദ്ദേഹം പതുക്കെ ഒഴിഞ്ഞു മാറി, ഈ കുട്ടിക്കലാശത്തിലും പോയി ഒഴിഞ്ഞു മാറി യഥാർത്ഥ. പക്ഷേ അതൊരു നല്ല തീരുമാനമായിരുന്നില്ല എനിക്ക് തോന്നുന്നു. കാര്യം ആ സമയത്ത് അതിന്റെ ഒരു സാന്നിധ്യം ഇല്ലാതായി പോയി. മാത്രമല്ല ഇത് നേരിട്ട് LDF UDF ഫൈറ്റിലേക്ക് പ്രതീതി പോയാൽ ഒഴിഞ്ഞു മാറിയത് പോലെ ഓക്കെ.